അതുപോലെ തന്നെ മുൻഗാമികളെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് അവരുടെ ശരീരം മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രയോജനം എന്താണ്? നമുക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കുകയില്ല, തോന്നുകയില്ല. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ആവർത്തിച്ച് വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ശരിയായ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ആളുകൾ കുറവായിരിക്കും. അത് വിശുദ്ധ ഖുർആനിൽ നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖുർആനിൽ കസ്റ എന്നുള്ള വാക്ക് എണ്ണപ്പെരുപ്പം എന്നുള്ള വാക്ക് എണ്ണത്തിന്റെ ആധിക്യം, ഈ ഒരു വാക്ക് കസ്റത്ത് എന്നുള്ള വാക്ക് ആക്ഷേപിച്ചുകൊണ്ടേ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. കസ്റത്ത് എന്നുള്ള ഒരു വാക്ക് നല്ല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഹക്കിന്റെ ആളുകൾ കൂടിയാൽ നല്ലതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആള് കൂടുന്ന ജമാഅത്താണ്, ആള് കൂടുന്ന ഹജ്ജാണ്. ഇതൊക്കെ അറിയപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തും എണ്ണപ്പെരുപ്പം എന്നുള്ളത് നല്ല അർത്ഥത്തിൽ അള്ളാഹു തആല ഉപയോഗിച്ചിട്ടില്ല. ഭൂരിപക്ഷത്തിൽ പിന്തുടർന്നാൽ അവർ നിന്നെ വഴിവെപ്പിക്കും. ഭൂരിഭാഗവും ശിർക്ക് വെച്ചുകൊണ്ടാണ് അള്ളാഹു വിശ്വസിക്കുന്നത്. ഇങ്ങനെ കസീർ അല്ലെങ്കിൽ കസറത്ത് എന്ന വാക്ക് അതിനെ ആക്ഷേപിച്ചുകൊണ്ടേ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. യുദ്ധത്തിന്റെ ദിവസം അന്ന് സഹാബത്തിന്റെ എണ്ണം കൂടുതലായിരുന്നു. ഏറ്റവും കൂടുതൽ സഹാബത്ത് പങ്കെടുത്ത യുദ്ധമായിരിക്കും ഒരുപക്ഷെ ഹുനൈൻ യുദ്ധം. കാരണം മക്ക ഫത്ഹിന്റെ തൊട്ടുടനെയാണ് നടക്കുന്നത്. ഒരുപാട് സഹാബത്ത് മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച അറബികൾ, അതുപോലെ മദീനയിൽ നിന്ന് വന്ന സഹാബത്ത് എല്ലാവരും ഉണ്ട്. പക്ഷേ യൗമ ഹുനൈനിൻ അന്ന് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങൾക്ക് ഉജ്ബുണ്ടായി, നിങ്ങൾക്ക് സ്വയം മതിപ്പ് തോന്നിപ്പിച്ചു. ഫലം തോന്നിയാൽക്കും ശരിയാ, അതുകൊണ്ടൊരു ഉപകാരവും ഉണ്ടായില്ല. അന്ന് ആ യുദ്ധത്തിൽ ഒരു പരാജയം തുടക്കത്തിൽ അനുഭവിക്കേണ്ടി വന്നു, ഉഹദ് യുദ്ധത്തിലെ പോലെ. അപ്പൊ ഇങ്ങനെ എവിടെ നോക്കിയാലും കസ്റത്തിനെ ആക്ഷേപിച്ചിട്ടേ ഉള്ളൂ. ഹദീസുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജിന്റെ ഹദീസിൽ കാണാം റഅയ്തു നബിയ ലൈസ മഅഹു അഹദ് റഅയ്തു നബിയ വമഅഹു റഹ്മ. ഒരു നബിയെ കണ്ടു, അദ്ദേഹത്തിന്റെ കൂടെ അപ്പോൾ ഇസ്രാ മിഅ്റാജ് അല്ല, ഇത് വേറെ ഒരു കാഴ്ചയാണ്. ഉറക്കത്തിൽ കാണിച്ചു കൊടുത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഉമ്മത്തുകളെ കാണിച്ചു കൊടുത്തു. ആ ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് റഅയ്തു നബിയ മഅഹു റഹ്മ. ഒരു നബിയെ കണ്ടു, അദ്ദേഹത്തിന്റെ കൂടെ 10-ൽ താഴെ ആളുകൾ. ആലോചിച്ച് നോക്ക്, ഒരു നബി ജീവിതകാലം മുഴുവൻ അമ്പിയാക്കളുടെ ദഅവത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തോ? നമ്മളൊക്കെ വീഴ്ച വരുത്തും. നമ്മൾ ചിലപ്പോൾ മടി പിടിക്കും. നമ്മൾ ചിലപ്പോൾ ആരംഭ ശുഹൃത്തത്തിന്റെ പേരിൽ കുറെ ദഅവത്ത് ചെയ്ത് പിന്നെ മടി പിടിക്കും. പല വീഴ്ചകളും നമ്മൾ വരും. രഹസ്യമായി നമ്മൾ തിന്മകൾ ചെയ്യും. അതിന്റെ പേരിലൊക്കെ നമ്മുടെ ദഅവത്ത് ക്ഷയിച്ചു പോകും. പക്ഷേ അമ്പിയാക്കൾക്ക് അങ്ങനെ ന്യൂനതകൾ ഒന്നും വരാനില്ല. മാസൂമികളാണ്. അങ്ങനെയുള്ള ഒരു മാസൂമായ നബിയുടെ കൂടെ 10-ൽ താഴെ ആളുകൾ. മറ്റൊരു നബിയുടെ കൂടെ 1-2 ആളുകൾ. ഒരു നബിയുടെ കൂടെ ആരുമില്ല. എത്രയോ അമ്പിയാക്കളെ അവരുടെ സമുദായം കൊന്നു കളഞ്ഞിട്ടുണ്ട്. ബനൂ ഇസ്രായേൽ തന്നെ ധാരാളം നബിമാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അന്യായമായി പ്രവാചകന്മാരെ അവർ കൊല്ലുമായിരുന്നു. 1-2 അല്ല, നിരവധി നബിമാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരുപാട് അംഗസംഖ്യ ഉണ്ടാവുക, എണ്ണപ്പെരുപ്പം ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ ഒരു മാനദണ്ഡമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബദഅൽ ഇസ്ലാമു ഗരീബ. ഇസ്ലാം തുടങ്ങിയത് അപരിചിതാവസ്ഥയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ദഅവത്തുമായി കടന്നു വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഇസ്ലാം സ്വീകരിച്ച ആളുകൾ മർദ്ദിക്കപ്പെടുകയായിരുന്നു. അവർക്ക് പള്ളികളിൽ നമസ്കരിക്കാൻ അനുവാദമില്ല. മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുടുംബമഹിമയുള്ളയാളാണ്. ബാക്കിയുള്ളവർക്ക് ദരിദ്രരും അടിമകളും ഒക്കെ. ഇങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിൽ അവർ ഒട്ടകത്തിന്റെ പിന്നെ കൊടൽമാലകൾ കൊണ്ടുവന്ന് ഇടുമായിരുന്നു. അത്രമാത്രം അപരിചിതത്തിൽ ഉർബത്തിലായിരുന്നു ഇസ്ലാം. 5-6 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇസ്ലാമിന് പ്രതാപമുണ്ടായി. സ്വഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം ലോകം മുഴുവൻ പ്രചരിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ തെളിവാണ്. അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. ഈ ദീൻ എങ്ങനെയാണ് തുടങ്ങിയത് അതുപോലെ തന്നെയാകും അവസാന കാലത്ത്. അന്ന് ഈ ദുർബലാവസ്ഥ, അപരിചിതാവസ്ഥ, എണ്ണത്തിലുള്ള കുറവ്, ഇതിന്റെയൊക്കെ പ്രയാസങ്ങൾ സഹിച്ച് ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവർക്ക് സന്തോഷവാർത്ത. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട്, പ്രതിസന്ധി, ഹക്കിന്റെ ആളുകളുടെ എണ്ണം കുറവാവുക എന്നുള്ള കാര്യം, ആ സന്ദർഭത്തിൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് സലഫ് സ്വാലിഹീങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, മനുഷ്യൻ അനുകരിക്കുന്നവനാണ്. ഭൂരിപക്ഷവും ഫസാദിന്റെ ആളുകളാകുമ്പോ നമ്മൾ അറിയാതെ അവർ അനുകരിച്ചു പോകും.
മനുഷ്യൻ ആരോടാണോ സഹവസിക്കുന്നത് അവരനുകരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഒരു മൃഗത്തോട് സഹവസിച്ചാൽ അവർ ആ മൃഗത്തെ അനുകരിച്ചു പോകും. ഒട്ടകത്തിന്റെ ആളുകൾക്ക് പൊങ്ങച്ചമുണ്ടാവും. കാരണം കുറച്ച് വലിപ്പമുള്ള മൃഗമാണ് ഒട്ടകം. ഒട്ടകത്തിന്റെ കൂടെ കുറെ നടന്നാല് അറിയാതെ അഹങ്കാരം വന്നു പോകും. ആടിനെ നോക്കി നടക്കുന്ന ആളുകൾക്ക് ശാന്തതയുണ്ടാവും. കാരണം ആടൊരു സാധു മൃഗമാണ്. അപ്പൊ മൃഗങ്ങളുടെ സ്വഭാവം വരെ അതിന്റെ കൂടെ നിന്നാൽ പകരും. മൃഗം സംസാരിക്കുന്നില്ല, നമ്മെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നില്ല, അവർക്ക് പ്രത്യേകിച്ച് അജണ്ടയും ഇല്ല. അങ്ങനെയുള്ള കന്നുകാലികൾ വരെ ഒരു മനുഷ്യനെ സ്വാധീനിക്കും. ഒരു നല്ല സുഹൃത്തും ചീത്ത സുഹൃത്തും തമ്മിലുള്ള ഉപമ എന്ന് പറയുന്നത് ഒരു അത്തർ കച്ചവടക്കാരനെയും ഒരു പെരുങ്കല്ലിനെയും പോലെയാണ്. എന്താണ് അത്തർ കച്ചവടക്കാരന്റെ പ്രത്യേകത? അത്തർ കച്ചവടക്കാരൻ മിസ്ക് വിൽക്കുന്നവൻ ഒന്നുകിൽ അവന്റെ സുഗന്ധത്തിൽ ഒരു അംശം നിന്റെ ശരീരത്തിൽ പകരും, അല്ലെങ്കിൽ നിനക്ക് അവനിൽ നിന്ന് വില കൊടുത്ത് അത്തർ വാങ്ങാം. അല്ലെങ്കിൽ നല്ല സുഗന്ധം അനുഭവിക്കാനെങ്കിൽ പറ്റും. കൊല്ലൻ ഇരുമ്പ് പണിയെടുക്കുന്നയാള് ഒന്നുകിൽ നിന്റെ വസ്ത്രം അത് തീപ്പരി വീണ് കേടുവരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു ദുർഗന്ധമെങ്കിലും അനുഭവിക്കേണ്ടി വരും. അവന്റെ വിയർപ്പും അവിടെയുള്ള പണിസാധനങ്ങളുടെ ഗന്ധം നല്ലതായിരിക്കില്ല, അതെങ്കിലും അനുഭവിക്കേണ്ടി വരും. ഇത് മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമാണ്, മാറ്റമില്ലാത്ത നിയമമാണ്. ആരുടെ കൂടെയാണോ ഇരിക്കുന്നത് അവരുടെ സ്വഭാവം നമ്മിലേക്ക് പകരുമെന്നുള്ളത് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ വലിയ അബദ്ധങ്ങളിൽ പെട്ടുപോയ ആളുകൾ, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ആരുടെ കൂടെ ഇരുന്നാലും ഞാൻ പഴക്കില്ല എന്ന് പറഞ്ഞിട്ട് കാഫിറായി പോയ സലഫിയത്തിൽ നിന്ന് അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളായി പോയ ആളുകളെ നമുക്കറിയാം. അപ്പൊ ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരെല്ലാവരും ഒരുപക്ഷെ ദീനിന്റെ ശത്രുക്കളായി തീരുക, അല്ലെങ്കിൽ ദീനിനോട് ആവേശമില്ലാത്തവരായിരിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ് സലഫ് സാലിഹ്യങ്ങളെ കുറിച്ച് പഠിക്കാന്നുള്ളത്. ആരൊക്കെ ഈ ദീൻ ഉപേക്ഷിച്ചു പോയാലും, ആരൊക്കെ സുന്നത്ത് ഉപേക്ഷിച്ചു പോയാലും ഇതാ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും അവർ ഈ മാർഗത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ചരിത്രം മാത്രം മതി എനിക്ക് കുറച്ച് നിൽക്കാൻ എന്ന ഒരു മനസ്സിൽ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം താബിഈങ്ങളോട് പറയുകയാണ്, താബിഈങ്ങളുടെ കാലത്ത് ചില ഫിത്നകൾ ഉണ്ടായി. ആലോചിച്ച് നോക്കൂ, എത്ര നല്ല ആളുകളാണ് താബിഈങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ അംഗീകാരമുള്ളവരാണ്. ഏറ്റവും നല്ലവർ എന്റെ തലമുറയാണ്. പിന്നെ അതിനുശേഷമുള്ളവർ എന്നുള്ള അംഗീകാരം കിട്ടിയ ആളുകളാണ്. പക്ഷെ അക്കാലത്ത് തന്നെ ചെറിയ ചില പിഴവുകൾ മുസ്ലിം സമുദായത്തിൽ തലവെക്കാൻ തുടങ്ങി. ഖവാരിജികളുണ്ടായി, റിയാക്കളുണ്ടായി. ആ കാലത്ത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ കാന മുസ്തന്നൻ, ആരെങ്കിലും അനുകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മരണപ്പെട്ടവരെ മാതൃകയാക്കിക്കൊള്ളുക. കിബാറുകളായിട്ടുള്ള മുതിർന്നവരായ സ്വഹാബത്തിനെ ഖുലഫാഉർ-റാഷിദീങ്ങളൊക്കെ മാതൃകയാക്കിക്കൊള്ളുക. കാരണം ജീവിച്ചിരിക്കുന്നവൻ ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നവർ? എന്തായാലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്നുണ്ട്, പല സ്വഹാബത്തും ജീവിച്ചിരിക്കുന്നുണ്ട്. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മിനു അലൈഹി ഫിത്ന, അവൻ ഫിത്നയിൽ പെടുകയില്ല എന്നൊരു ഉറപ്പുമില്ല. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും ജീവിച്ചിരിക്കുന്ന സമകാലികരായ ആളുകൾ എത്ര വലിയവരാണ് അവരുമായി ബന്ധിപ്പിക്കരുത്. അവരിൽ നിന്ന് കിട്ടാനുള്ള ഹൈർ നമുക്ക് എടുക്കാം, എൽമുള്ള ആളുകളുടെ എൽമ നമുക്ക് പഠിക്കാം, സാലിഹ്യങ്ങളായ ആളുകളുമായി നമുക്ക് സഹവസിക്കാം. പക്ഷേ നമ്മുടെ ബന്ധം നമ്മൾ ഏറ്റവും വലിയ മാതൃകയായി കാണുന്നത് സലഫു സാലിഹ്യങ്ങളായിരിക്കും. കാരണം അവർ അംഗീകാരം കിട്ടിയവരാണ്. ഇസ്ലാമിലായിക്കൊണ്ട്, ഈമാനിലായിക്കൊണ്ട്, സുന്നത്തിലായിക്കൊണ്ട് അവർ മരിച്ചുപോയി. അവരിനി പിഴക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൽബ് എപ്പോഴും അവരോടായിരിക്കണം ബന്ധപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകളെ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാത്ത ആളുകൾ തന്റെ കൂട്ടുകാരുടെ കൂടെ ചിലപ്പോൾ ദീനിന്റെ പേരിലായിരിക്കും ബന്ധം ഉണ്ടായത്. പിന്നീട് ഈ കൂട്ടുകാരൻ പഴിച്ചുപോയി. ഇവന് സലഫു സാലിഹ്യങ്ങളുമായി ബന്ധമില്ല, അവരുടെ ചരിത്രം വായിക്കുന്നില്ല. അവൻ ആദ്യ ദീൻ എന്ന് പറയുന്നത് തന്റെ നാട്ടുകാരായ പരിചയക്കാരായ 4-5 ആളുകളാണ് അവന്റെ ദീൻ. ഇവർ പഴിച്ചുപോയാൽ അവനും പഴിക്കും. അപ്പൊ അത് സംഭവിക്കരുത്. ഉറപ്പ് കിട്ടിയിട്ടുള്ള അമ്പിയാക്കളുടെയും സഹാബത്തിന്റെയും ചരിത്രങ്ങൾ പഠിക്കുകയും അതിലായിരിക്കണം നമ്മൾ കൂടുതൽ മുഴുകുന്നത്. അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട താബിഈങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ഇമാമാണ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചോദിച്ചു അദ്ദേഹത്തിന്റെ സ്വഭാവം ചരിത്രങ്ങൾ കാണാം. വലിയ ആബിദായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു വർഷം 3 ഭാഗമായി തിരിക്കുമായിരുന്നു. 4 മാസം 4 മാസം യുദ്ധത്തിന് പോകും. ഇസ്ലാമിക രാജ്യത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ പോയി സൈന്യത്തിൽ ജോലി ചെയ്യും 4 മാസം. ബാക്കി 4 മാസം ഹജ്ജിന് വേണ്ടി ചെലവഴിക്കും. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നത് പിന്നെ കിഴക്ക് ഭാഗത്താണ്. ഈ ഒരു പക്ഷേ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ആ ഭാഗത്തായിരിക്കും. അത്രയും ദൂരം ഹജ്ജിന് പോകാനുണ്ട്. 2 മാസവും അങ്ങോട്ടും 2 മാസം ഇങ്ങോട്ടും ഹജ്ജിന് വേണ്ടി ചെലവഴിക്കും.
എല്ലാ വർഷവും ഹജ്ജ് ചെയ്യും. ബാക്കി 4 മാസം ഇൽമു പഠിപ്പിക്കും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഈ മഹാനായ വ്യക്തി അദ്ദേഹം ആളുകളുമായി അധികം ഇടപഴകാറില്ല. ആലോചിച്ച് നോക്കൂ, ഇത്ര വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ജിഹാദ് ചെയ്യുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഇൽമു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വലിയൊരു പ്രമുഖനായ വ്യക്തിയാണ് സമുദായത്തിൽ. പക്ഷെ എന്നിട്ടും അദ്ദേഹം ആളുകളോടുള്ള ഇടപഴകൽ വളരെ കുറവായിരുന്നു. നാട്ടിൽ നിൽക്കുന്ന ഈ 4 മാസം ആരോടും സംസാരിക്കുകയില്ല. നമസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം ഇൽമു പഠിപ്പിക്കുന്ന സദസ്സ് കഴിഞ്ഞാൽ അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോകും. ആ ഇൽമിന്റെ സദസ്സിലല്ലാതെ ആളുകളോട് സംസാരിക്കുകയില്ല. അപ്പൊ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, അലാ തസ്തൗഹിഷ്, നിങ്ങൾക്ക് ഒരു ബോറടി ഇല്ലേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിക്കുന്നില്ലേ? വേറെ ഒരു മനുഷ്യനോട് ബന്ധമില്ല, സുഹൃത്തുക്കളില്ല. അദ്ദേഹം പറഞ്ഞു, കൈഫ അസ്തൗഹിഷ്, ഞാൻ എങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കും? കമ്പനി ഇല്ലാത്തൊരവസ്ഥ എങ്ങനെ വരും? വഅന ഉജാലിസു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും കൂടെയാണ് ഇരിക്കുന്നത്. വീട്ടിൽ പോയിട്ട് ഒറ്റക്കല്ല ഇരിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാണ്, സഹാബത്തിന്റെ കൂടെ. കാരണം അവരുടെ ചരിത്രം പറയുന്ന കിതാബുകൾ, അവരുടെ സീറയുള്ള കിതാബുകൾ, അവരുടെ അസറുകൾ, അവരുടെ വാക്കുകൾ എഴുതിയ കിതാബുകൾ, ഹദീസിന്റെയും അസറുകളുടെയും കിതാബുകൾ, അതാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ ഒറ്റപ്പെടും എന്ന് അദ്ദേഹം പറയുകയാണ്. ഏറ്റവും നല്ല സുഹബത്ത് നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല കമ്പനി, ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ആളുകൾ അവരാണ്. സഹാബത്തും താബിഈങ്ങളും. അവരെ പോലെ വിശ്വസിക്കാവുന്ന ആരും ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ അന്നത്തെ കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ കാലത്ത് ആയിഷ ബീവി പറയാറുള്ള ഒരു വരി, കവിത ചരിത്രഗ്രന്ഥങ്ങൾ കാണാം. ذهب الرجال المقتدى بفعالهم وبقيت في خلف كجلد الأجرب. അവർ പറയും, ذهب الرجال, പുരുഷന്മാർ അഥവാ യഥാർത്ഥ ആണത്തമുള്ളവർ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ആളുകൾ, ധീരതയും അതുപോലെ തന്നെ സൽസ്വഭാവവും ക്ഷമയും ത്യാഗവും ഇങ്ങനെ മാതൃകായോഗ്യമായ പ്രവൃത്തികളും സ്വഭാവങ്ങളുമായി നടക്കുന്ന അൽ മുഖ്തദാ ബിഫിആലിഹിം, അവരുടെ പ്രവൃത്തികൾ നമുക്ക് അനുകരിക്കാവുന്നവരായ യഥാർത്ഥ ആണുങ്ങൾ മരിച്ചുപോയിരിക്കും. റസൂലും മുതിർന്നവരായ സഹാബത്ത്. ഞാൻ ബാക്കിയായി. ആയിഷ റളിയല്ലാഹു അൻഹ 40-ൽ കൂടുതൽ വർഷം റസൂലിന്റെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്നു. ഞാൻ പിൻഗാമികൾക്കിടയിൽ ബാക്കിയായി പോയി. കജിൽദിൽ അജ്റബി, അവരെന്ന് പറഞ്ഞാൽ പിന്നെ ജറബ് എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണ്, തൊലിക്ക് ബാധിക്കുന്ന രോഗമാണ്. അങ്ങ് ചുണങ്ങ് പിടിച്ച ചൊറി പിടിച്ച ഒരു തൊലിയിലാണ് ഞാൻ ബാക്കിയായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകളുടെ ഈമാനിൽ വന്ന കുറവ് അങ്ങനെയാണ് പിന്നെ പറഞ്ഞത്. അത്രമാത്രം അവർക്ക് വിഷമമുണ്ടായിരുന്നു. മുൻഗാമികൾ നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഹബു സാലിഹൂൻ അവ്വൽ, സാലിഹീങ്ങളായ ആളുകൾ അവരുടെ നന്മക്കനുസരിച്ച് നേരത്തെ മരിച്ചു പോകും. വയബ്ഖാ ഹുസാല കഹുസാലത്തി ശഈർ, അവസാനം ബാക്കിയാവുക ബാർലിയുടെ ചവർ. ബാർലി ഇങ്ങനെ പിന്നെ മുറത്തിലെടുത്ത് വൃത്തിയാക്കുമ്പോൾ അതിൽ നിന്ന് തെറിക്കുന്ന ചവർ പോലെയുള്ള ചവറുകൾ അവസാനം ബാക്കിയാവും. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ ഒരു ഫിത്നയുടെ ഈമാൻ കുറഞ്ഞ കാലത്താണ് നമുക്ക് തിരിച്ചറിയാം. അതിനർത്ഥം എല്ലാവരും നശിച്ചുപോയി എന്നല്ല ഞാൻ പറയാൻ പാടില്ല. ജനങ്ങളെല്ലാവരും നശിച്ചു എന്ന് പറഞ്ഞാൽ അവനാണ് ഏറ്റവും നശിച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ മുൻഗാമികളെ അപേക്ഷിച്ച് വളരെയധികം ഫിത്നകൾ നിറഞ്ഞ, വളരെയധികം ഈമാൻ കുറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾ അതിനുള്ള പ്രതിരോധ മാർഗം സ്വീകരിക്കണം. അതാണ് സലഫു സാലിഹുകളുടെ ചരിത്രം പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. എന്നിട്ട് ആ മാർഗത്തിൽ ആരാണോ പോകുന്നത് അവരുടെ കൂടെ ആയിരിക്കും നമ്മൾ താമസിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, സിദ്ഖുള്ളവരുടെ കൂടെ നിങ്ങൾ നിൽക്കുക. സത്യസന്ധമായി ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ദീൻ പിന്തുടരുന്നവരുടെ കൂടെ നിൽക്കുക. അവരുടെ എണ്ണം എത്ര കുറവാണെങ്കിൽ എണ്ണം കുറയുക എന്നുള്ളത് അവസാന കാലത്ത് ഒരാൾക്കുള്ള അംഗീകാരമാണ്. അതൊരു പിന്നെ ഒരാൾക്കുള്ള അഭിമാനമാണ്, അംഗീകാരമാണ്. അയാളുടെ കൂടെ ആളുകൾ കുറഞ്ഞു പോയി എന്നുള്ളത് മുൻഗാമികൾ പറഞ്ഞതായി കാണാം. അലൈക ബിആസാരി മൻ സലഫ്, മുൻഗാമികളുടെ അസറുകൾ നീ പിന്തുടരുക. അലൈക ബിആസാരി മൻ സലഫ് വഇയ്യാക وعليك بآثار من سلف മുൻഗാമികളുടെ അസറുകൾ പിന്തുടരുക. അത് പിന്തുടരുന്നവരുടെ എണ്ണം എത്ര കുറവാണെങ്കിൽ പോലും പിൻഗാമികളുടെ അഭിപ്രായങ്ങൾ നീ സൂക്ഷിക്കുക. അവരുടെ നാവ് കൊണ്ട് അവർ എത്ര ഭംഗിയായി അതിനെ ചിത്രീകരിച്ചാൽ. മുൻഗാമികളുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത് അത് കേവലം ഒരു ഭംഗി വാക്കല്ല, അല്ലെങ്കിൽ സമയം കളയാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത് പോലെ കേൾക്കേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ സീരിയസ് ആയി ആത്മാർത്ഥമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്ക് കാണാം, അൽ ഖസസ്, കഥകൾ എന്ന് പറയുന്നത്
മുൻഗാമികളുടെ ചരിത്ര സംഭവങ്ങൾ എന്ന് പറയുന്നത് ജുന്ദുൻ മിൻ ജുനൂദില്ലാഹ്, അല്ലാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒരു സൈന്യമാണ്. യുസബ്ബിതു അല്ലാഹു ബിഹാ മൻ ശാഅ മിൻ ഇബാദിഹി, അല്ലാഹു അവന് ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളെ ആ ചരിത്ര സംഭവങ്ങൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും. അതായത് ഈമാൻ നശിക്കുന്ന ഒരാളുടെ ദീൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ, മനസ്സ് പതറുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്ര സംഭവങ്ങൾ കൊണ്ട് സലഫുസ് സാലിഹീങ്ങളുടെ മുൻഗാമികളുടെ മാർഗം അവരുടെ ചരിത്രത്തിലുള്ള ത്യാഗം നിറഞ്ഞ സംഭവങ്ങൾ അതുകൊണ്ട് അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾ ഉറപ്പിച്ചു നിർത്തും. സലഫുകളുടെ ജീവചരിത്രം, അവരുടെ മാതൃകകൾ പഠിക്കുക, മനസ്സിലാക്കുക, ആ മാർഗത്തിലേക്ക് തിരിയുക എന്നുള്ളത് അത് അനിവാര്യമായ കാര്യമാണ്.